ഒരു സമയത്ത് ബോക്സ് ഓഫീസിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു നടൻ, മലയാളത്തിൽ മോഹൻലാലിന് വരെ ബോക്സ് ഓഫീസിൽ ഒരു കോമ്പറ്റീഷൻ കൊടുത്തൊരു നടൻ, പലരും അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്ന നിവിൻ പോളി ഇപ്പൊ ആളുടെ കരിയറിലെ ഒരു ബാഡ് ഫേസിലൂടെ തന്നെയാണ് ഇപ്പൊ കറന്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുടെ ഒരു തിരിച്ചുവരവിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാവർക്കും വെൽക്കം. അപ്പൊ ആളുടെ ഡൗൺഫോളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ മലർവാടി ആർട്സ് ക്ലബ്ബ് ഇറങ്ങിയിട്ട് 15 വർഷമായി. നമുക്ക് ഒരുപാട് നല്ല ആൾക്കാരെ കിട്ടിയ ഒരു സിനിമയായിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിവിൻ പോളി തന്നെ, നിവിൻ പോളി, അജു വർഗീസ്, അതുപോലെ നല്ലൊരു ഡയറക്ടറെ കിട്ടി, വിനീത് ശ്രീനിവാസൻ. അപ്പൊ ഇതിവിടെ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞുള്ളൂ, ക്ഷമിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിവിൻ പോളി സിനിമയിലേക്ക് വന്നിട്ട്, അതായത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലേക്ക് നിവിൻ പോളി വന്നിട്ട് ഏകദേശം 15 വർഷമായി. നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിവിൻ പോളി എത്രത്തോളം ഓളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ആർക്കും അങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പുലിമുരുകന് മുമ്പ് മലയാളത്തിൽ ആദ്യത്തെ 100 കോടി അടിക്കേണ്ട സിനിമയായിരുന്നു പ്രേമം. പക്ഷെ അത് അന്ന് ആ കോപ്പി ഇറങ്ങിയത് കൊണ്ട് മാത്രം അത് 100 കോടി പോയില്ല. പ്രേമമൊക്കെ ഇറങ്ങിയ സമയത്ത് ആളുടെ ആ ഒരു സ്റ്റാർഡോ എന്ന് പറയുന്നത് ഒരു പീക്കായിരുന്നു. അതുപോലെ ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ മലയാളത്തിൽ അന്ന് വരെ വന്നേക്കുന്നത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടമായിരുന്നു പ്രേമം. അതായത് 2015 വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കറന്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മറ്റു പല ഭാഷകളിലും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ മുമ്പ് പ്രേമം ഇറങ്ങിയ ടൈമിലെ നിവിൻ പോളിക്ക് സത്യം പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയുന്ന രീതിയിലേക്ക് പോയായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ നല്ല രീതിക്ക് തന്നെ പ്രേമം ഓടിയതുമാണ്. ബട്ട് ആൾക്ക് ആ ഒരു സ്റ്റാറിനെ നിലനിർത്താൻ പറ്റിയില്ല. അത് ആളുടെ പ്രശ്നം തന്നെയാണ്. ആ ഒരു ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഫാൻ ഫൈറ്റ് എന്ന് പറയുന്നത് DQ ഓർ നിവിൻ എന്നുള്ളതായിരുന്നു. അത് പോയി ഇപ്പൊ DQ വേറൊരു റേഞ്ചിലേക്ക് പോയി. പുള്ളി ഇപ്പൊ വേറെ ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ നിവിൻ പോളിക്ക് എവിടെയോ പാളിപ്പോയി. അതാണ് പുള്ളിയുടെ ഡൗൺഫോളിന്റെ കാരണവും. ഉറപ്പായിട്ടും ആളുടെ ഫിറ്റ്നസ് ആളുടെ ഒരു ഡൗൺഫോളിന് വലിയ രീതിക്ക് തന്നെ കാരണമായിട്ടുണ്ട്. അതായത് 2016 ശേഷം നമ്മൾ പിന്നീട് കണ്ട ഒരു നിവിൻ പോളി, അതായത് വളരെ ബൾക്കി ആയിട്ടുള്ള നിവിൻ പോളിയായി മാറി. ഇപ്പൊ ആളുടെ ആ ഒരു പഴയ ഫിറ്റ്നസിലേക്ക് ആൾ തിരിച്ചു വന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ ഒരു കിടിലൻ ട്രാൻസ്ഫോർമേഷൻ ആൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്കിന് പ്രേമത്തിന്റെ ജോർജിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ ഒരു റീലൊക്കെ അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എന്തായാലും ഇനി ആൾക്ക് അങ്ങനെ ഒരു ഫിറ്റ്നസിന്റെ പ്രശ്നമൊന്നും ഇല്ല. ആളൊരു പഴയ ഒരു ചാം നിവിൻ പോളിയിലേക്കൊക്കെ തിരിച്ചു വന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫിറ്റ്നസിനേക്കാൾ ഉപരി മെയിൻലി എനിക്ക് തോന്നിയേക്കുന്ന ആളുടെ സ്ക്രിപ്റ്റ് സെലക്ഷനിലാണ് ആൾക്ക് പാളിയേക്കുന്നതെന്നാണ്. അതായത് ഒരു സമയത്ത് ചുരുക്കം ചില ആക്ടേഴ്സ് മാത്രമായിരുന്നു ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ വന്നുകൊണ്ടിരുന്നത്. ആ ഒരു കൂട്ടത്തിൽ പെടുന്നതായിരുന്നു നിവിൻ പോളി. അതായത് 1983, ബാംഗ്ലൂർ ഡേയ്സ്, ഒരു വടക്കൻ സെൽഫി, പ്രേമം, ആക്ഷൻ ഹീറോ ബിജു പോലെ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് തന്നോണ്ടിരുന്ന ഒരു നടൻ 2019 ശേഷം ആൾക്ക് അവകാശപ്പെടാൻ വേണ്ടി ഒരു സോളിഡ് ഹിറ്റ് പോലും ഇല്ല. പകരം ഉള്ളത് നോക്കുവാണെങ്കിൽ സാറ്റർഡേ നൈറ്റ്, തുറമുഖം, ബോസാൻകോ, പടവിട്ട് പോലുള്ള ബാക്ക് ടു ബാക്ക് ഫ്ലോപ്സ് മാത്രം. ബോസാൻകോ ഒക്കെ ഇതുവരെ OTT പോലും റിലീസ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നോക്കുവാണെങ്കിൽ മലയാളത്തിൽ കുറച്ച് ആക്ടേഴ്സ് അവരുടെ ഒരു ബാഡ് ഫേസിലൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് മോഹൻലാൽ, ദിലീപ്, നിവിൻ പോളി. ഇവരുടെ 3 പേരുടെ കമ്പാക്കിന് തന്നെയാണ് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നതും. അതിലിപ്പോ ലാലേട്ടൻ നോക്കുവാണെങ്കിൽ ആള് തുടരുവിലൂടെ ഒരു കിഡിലും കമ്പാക്ക് തന്നെ തന്നു. അതുപോലെ ദിലീപേട്ടൻ ആള് പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ ഒരു കമ്പാക്ക് വന്നു. അതുപോലെ ഇനി ആളുടെ വരാൻ പോകുന്ന പ്രൊജക്ട് ബബ്ബ അടിപൊളി ടീസർ ഒക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നല്ല പ്രതീക്ഷയുള്ള ഒരു പ്രൊജക്ട് ആണ്. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കമ്പാക്ക് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നിവിൻ പോളിയുടെ കമ്പാക്ക് ആണ്. അത് നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം ആള് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു കിടിലൻ ക്യാരക്ടർ ചെയ്തായിരുന്നു. ആ ഒരു പടത്തിലൂടെ ആൾ ഇതുവരെ വന്നേക്കുന്ന ആൾക്കെതിരെയുള്ള ബോഡി ഷേമിങ്ങിനെ, ഇതുവരെ ഉണ്ടായിരുന്ന ട്രോൾസിന് എല്ലാത്തിനും ആളൊരു കിടിലൻ മറുപടി എന്ന രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടറിലൂടെ കൊടുത്തിരുന്നു. എല്ലാവരും ആ ഒരു പടത്തിലൂടെ ആളുടെ ഒരു കമ്പാക്ക് ഒക്കെ ആഘോഷിച്ചൊരു ആളുടെ ഒരു കമ്പാക്ക് ഉറപ്പിച്ച രീതിയിൽ ഇരിക്കുമ്പോഴാണ് ആൾക്ക് മലയാളി ഫ്രം ഇന്ത്യ ഇറങ്ങുന്നത്. വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ കമ്പാക്ക് വന്നെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച നിവിൻ പോളിക്ക് സത്യം പറഞ്ഞ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ബോംബ് ഒരു ഗോ ബാക്ക് ആയിരുന്നു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ അതൊന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഒരു കമ്പാക്കിന് ഒരു ഹോപ്പൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. നിവിൻ ശക്തമായിട്ട് തിരിച്ചു വരും. നിവിനാണല്ലോ തിരിച്ചു വരും. കാരണം മറ്റൊന്നുമല്ല, ആളുടെ ഒരുപാട് പടങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു. അതിൽ ഇപ്പം ആളുടെ മുന്നോട്ടുള്ള ലൈനപ്പ് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ് വരുന്നത്. ആളുടെ വരാനിരിക്കുന്ന കുറച്ച് സിനിമകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നയൻതാരയും നിവിൻ പോളിയും ഒരു പ്ലെയർ ആയിട്ട് വരുന്നൊരു പടമാണ്. അതുപോലെ ഈ ഒരു പടം നിവിൻ പോളി തന്നെയാണ് പ്രൊഡ്യൂസും ചെയ്യുന്നത്. അതുപോലെ വേറൊരു സാധനം വരാൻ വേണ്ടി ഇരിപ്പുണ്ട്, ആളുടെ ഒരു സൂപ്പർ ഹീറോ പടം. ഞാൻ ശരിക്കും അതിന് വെയിറ്റിംഗ് ആണ്. കാരണം ആളൊരു സൂപ്പർ ഹീറോ ചെയ്താൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. മൾട്ടിവേഴ്സ് ഓഫ് മൻമാൻ എന്നാണ് പടത്തിന്റെ പേര്. അതുപോലെ ഈ ഒരു പടം എന്ന് പറയുന്നത് ഇന്ത്യസ് ഫസ്റ്റ് മൾട്ടിവേഴ്സ് സൂപ്പർ ഹീറോ മൂവിയാണ്. ആളുടെ അത്യാവശ്യം വേറെ ജേണേഴ്സിലുള്ള കുറെ പടങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാണ് സർവ്വമയം എന്ന് പറയുന്ന പടം. ഈ ഒരു പടത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അജു വർഗീസും നിവിൻ പോളിയും കൂടെ ഒരു കോംബോ വരുന്ന ഒരു പടമാണിത്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഹൊറർ കോമഡി ജേണി വരുന്ന പടമാണ്. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് പടങ്ങളില്ല. ഇപ്പൊ ഇതിന് മുമ്പ് ഇറങ്ങി നോക്കുവാണെങ്കിൽ രോമാഞ്ചമാണ്. അതുപോലെ ഈ ഒരു പടത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അഖിൽ സത്യനാണ്. അതായത് നമ്മുടെ പാച്ചു അത്ഭുത വിളക്കിന്റെ ഒക്കെ ഡയറക്ടർ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രതീക്ഷ വെക്കാവുന്ന ഒരു സിനിമയാണിത്. അതിനൊരു പോസ്റ്റർ ഒക്കെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം. നല്ലൊരു പോസ്റ്റർ ആയിട്ടാണ് കണ്ടപ്പോൾ തോന്നിയത്. പടവും
നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ഡോൾബി ദിനേശൻ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്, ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നൊരു പടം. അതുപോലെ ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഭാവന സ്റ്റുഡിയോസ് ആണ്. അതുപോലെ ഈ ഒരു പടം ഡയറക്ടർ ചെയ്യുന്നത് പറയുന്നത് നമ്മുടെ ഗിരീഷ് ഷേഡിയാണ്. അത് നമ്മുടെ പ്രേമലുവിന്റെ ഒക്കെ ഡയറക്ടർ. ആളൊരു നല്ലൊരു ഡയറക്ടറാണ്. അതൊന്നുമല്ല, ഈ പടത്തിന്റെ കാസ്റ്റിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിൽ മമിത ബൈജു ഉണ്ട്, അതുപോലെ നിവിൻ പോളി, അതുപോലെ ഫഹദ് ഫാസിലുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും അല്ല, ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ ആളെ വരാൻ വേണ്ടി ഇരിക്കുന്ന പടം ഉറപ്പായിട്ടും എൽസിയിലേക്ക് വരുന്ന പടമായിട്ടുള്ള ബെൻസ് ആണ്. ആ ഒരു പടത്തിൽ ആളുടെ ക്യാരക്ടറിന്റെ പേരെന്ന് പറയുന്നത് വോൾട്ടർ എന്നാണ്. ആ ഒരു ക്യാരക്ടർ പ്രൊമോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തോ ഓൾട്ടർ ഈഗോ പരിപാടിയൊക്കെ ആണെന്നാണ് തോന്നുന്നത്. ഒരുപാട് ആൾക്കാർക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ ഒട്ടും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. അത് മാത്രമല്ല, എനിക്ക് ആ ഒരു ക്യാരക്ടർ കണ്ടപ്പോഴത്തേന് ആദ്യമേ ഓർമ്മ വന്നത് നമ്മുടെ കങ്കുവേല കാർത്തിയാണ്. എന്തായാലും ആ ഒരു ക്യാരക്ടർ എൽസിയിലുള്ളതെന്നുള്ള കാര്യം കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ആ ഒരു പടം ഡയറക്റ്റ് ആകുന്നത് ലോകേഷ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരോ ആണെന്നാണ് ഇത് കേട്ടത്. ലോകേഷിന്റെ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേനും ഉറപ്പായിട്ട് പണി അറിയുന്ന ആൾ തന്നെ ആയിരിക്കും. എന്തായാലും അതൊരു നല്ല പടമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നിവിൻ പോളിയുടെ കുറച്ച് അപ്കമിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം നല്ല പ്രോമിസിംഗ് ആയിട്ടാണ് ഫീൽ ആവുന്നത്. എല്ലാം അത്യാവശ്യം നല്ല പടങ്ങളായി മാറട്ടെ. വേറൊരു പടം കൂടി ഉണ്ട്, ശേഖരവർമ്മ രാജാവ് എന്ന് പറയുന്ന പടം. ആ ഒരു പടം അനുരാഗ് മനോഹർ ആണ് ഡയറക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ നരിവേട്ടയുടെ ഒക്കെ ഡയറക്ടർ. നമ്മൾ നരിവേട്ടയെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് പോയി കാണുക. അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് അടിച്ചേക്കും. അപ്പൊ ശരി, ഓക്കെ, ബൈ.